നമസ്കാരം. എത്ര പറഞ്ഞാലും തീരാത്ത പഴനിയുടെ ഏറ്റവും പുതിയ വിശേഷങ്ങളുമായിട്ട് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ മുൻ വീഡിയോകളിൽ റോഡ് മാർഗവും റെയിൽ മാർഗവും KSRTCയിലും ഒക്കെ നമ്മൾ പഴനിക്ക് വന്നു പോയ വിശേഷങ്ങൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഇത്തവണയും KSRTCയിലാണ് നമ്മുടെ യാത്ര. ഗുരുവായൂർ ഡിപ്പോയിൽ നിന്ന് എല്ലാ ദിവസവും പഴനിയിലേക്ക് സർവീസ് നടത്തുന്ന ബസ്സിൽ KSRTCയുടെ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് സർവീസ് ഉപയോഗിച്ച് സീറ്റ് ബുക്ക് ചെയ്താണ് ഇത്തവണത്തെയും യാത്ര. ഗുരുവായൂരിൽ നിന്നും ഒരാൾക്ക് 202 രൂപ മാത്രമാണ് ബസ് ചാർജ് വരുന്നത്. 6:45 ഈ ബസ് തൃശ്ശൂർ KSRTC സ്റ്റാൻഡിലെത്തും. അവിടെ നിന്ന് കൃത്യം 7 മണിക്ക് യാത്ര ആരംഭിക്കും. ഏറ്റവും കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു പഴനിക്ക് പോക്ക് ഏതാണ് എന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാതെ പറയാം, അത് KSRTCയിലുള്ളതാണെന്ന് തന്നെ. മുൻകൂട്ടി സീറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ മറ്റ് ടെൻഷൻസ് ഒന്നും നമുക്കില്ല. തിരക്കോ ഉന്തോ തള്ളോ ഒന്നും നമ്മുടെ പ്രശ്നങ്ങളേ അല്ല. പൊള്ളാച്ചിയിലെത്തുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ബസ് നിർത്തും. ഒരു കേരള ഹോട്ടലുണ്ട് ഇവിടെ. എല്ലാ തവണയും ഇവിടെ തന്നെയാണ് വണ്ടി നിർത്താറുള്ളത്. ഇടയ്ക്ക് വെച്ചിട്ട് ആ ഹോട്ടലൊന്ന് നിന്നുപോയി. പിന്നീട് കുറച്ച് നാളത്തേക്ക് മറ്റൊരു കടയിലായിരുന്നു നിർത്തിക്കൊണ്ടിരുന്നത്. സത്യം പറഞ്ഞാൽ നമുക്ക് ഒരു പരിചയമില്ലാത്ത സ്ഥലമാണെങ്കിൽ കൂടിയും അങ്ങനെ ഒരു ചേഞ്ച് വന്നപ്പോൾ അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ കുറച്ച് ബുദ്ധിമുട്ടി. ഈ കാണുന്നത് പൊള്ളാച്ചി ബസ് സ്റ്റേഷനാണ്. ഒരുപാട് നേരത്തെ ഉണർന്നതുകൊണ്ടും കൊച്ചു വെളുപ്പാങ്കാലത്തുള്ള തണുപ്പൊക്കെ അടിച്ച് യാത്ര ചെയ്തതുകൊണ്ടും പൊള്ളാച്ചി എത്തുമ്പോഴേക്കും ഒരു വല്ലാത്ത വിശപ്പങ്ങ് പിടികൂടും. പക്ഷെ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ ഒരു സമാധാനമാണ്. ഈ ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് 2-3 കിലോമീറ്ററിനപ്പുറത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ആ ഹോട്ടലെത്തും. ഇത്തവണ എന്താ അവസ്ഥ എന്ന് അറിയില്ലല്ലോ. പക്ഷെ ഞാൻ വിചാരിച്ചതുപോലെ തന്നെ അത് വീണ്ടും വർക്ക് ചെയ്ത് തുടങ്ങിയിട്ടില്ല. ഇതിന്റെ സൈഡിൽ ഒരു ചെറിയ ചായക്കട സെറ്റപ്പ് ഉണ്ടായിരുന്നു. ഇപ്പം അതൊന്നും കൂടി വിപുലീകരിച്ച് ഒരു ചെറിയ മിനി റെസ്റ്റോറൻ്റ് ആയിട്ടൊക്കെ തന്നെയാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇനി കുറച്ചു നേരം നമ്മുടെ ലോകം ദാ ഇതിന്റെ മുറ്റത്താണ്. കഴിഞ്ഞ തവണ വരെയും ഇവിടെ വന്ന് ഇവിടുത്തെ എന്തൊക്കെ വിഭവങ്ങൾ വാങ്ങിച്ചു വെച്ചാലും ഇവിടുത്തെ ചായ പോലും സ്വസ്ഥമായിട്ട് മനസ്സറിഞ്ഞ് കുടിക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ ഇവിടുത്തെ സ്റ്റാഫുകളെല്ലാം മലയാളികളാണ്. പോരാത്തൊരു നമ്മുടെ മലയാളി തനിമയുള്ള ചില എണ്ണക്കടികളും ഇവരിവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല അന്തസ്സായിട്ട് 2 പഴംപൊരിയും പരിപ്പുവടയും നല്ല കിടിലൻ ചായയും കുടിച്ചു. മനസ്സും വയറും ഒരുപോലെ നിറഞ്ഞു. അല്ലെങ്കിൽ സാധാരണ ഇവിടെ വന്ന് പൈസ മാത്രം കൊടുത്തിട്ട് പട്ടിണി വയറുമായിട്ട് തന്നെയായിരുന്നു പോകാറുള്ളത്. അങ്ങനെ അവിടെ ഒരു അരമണിക്കൂർ കഷ്ടിച്ച് അവിടെ നമ്മുടെ വീണ്ടും യാത്ര ആരംഭിക്കുകയാണ്. കൃത്യം 11:30 ഈ ഒരു വണ്ടി പഴനി ബസ് സ്റ്റാൻഡിലേക്ക് എത്തുന്നത്. അതുപോലെ 1 മണിയാകുമ്പോഴേക്കും ഇതവിടുന്ന് റിട്ടേൺ വരുന്നതുമുണ്ട്. ഗുരുവായൂര്, തൃശ്ശൂര്, പാലക്കാട് ജില്ലയിലെ വടക്കുംചേരി, പാലക്കാട് ടൗണിലേക്ക് ഈ ബസ് പോവില്ല. അക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ആ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് ഈ ഒരു ബസ് ഉപയോഗപ്പെടുത്താനായിട്ട് കഴിയത്തില്ല. പാലക്കാട് വടക്കുംചേരിയിൽ നിന്നും നെന്മാറ, കൊല്ലങ്കോട്, ഗോവിന്ദാപുരം വഴി പൊള്ളാച്ചി, ഉടുമൽപേട്ട്, പഴനി, അങ്ങനെയാണ് ഈ ഒരു ബസ്സിന്റെ റൂട്ട് വരുന്നത്. ഇപ്പം നമ്മൾ വന്നിട്ടുള്ളത് ഉടുമൽപേട്ട് ബസ് സ്റ്റാൻഡിലാണ്. ഇവിടെയും വളരെ കുറച്ച് സമയം മാത്രമാണ് നമ്മൾക്ക് കിട്ടുന്നത്. കാരണം നമ്മൾ ചായയൊക്കെ ഓൾറെഡി കുടിച്ചു കഴിഞ്ഞു. എന്നാലും ഒരു 5-10 മിനിറ്റൊക്കെ ഇവിടെ കിട്ടുന്നുണ്ട്. അങ്ങനെ നമ്മളിതാ ഉടുമൽപേട്ടും കടന്ന് പഴനിയിലേക്ക് പോവുകയാണ്. ഇനി അടുത്ത സ്റ്റോപ്പ് വരുന്നത് പഴനിയിൽ മാത്രമാണ്. നമ്മുടെ നാട് വിട്ട് പുറത്തുപോയി ഏത് സംസ്ഥാനത്തിന്റെ ഹൈവേസിലൂടെ ഒക്കെ സഞ്ചരിക്കുന്ന സമയത്തും നമുക്ക് ചില സ്ഥലങ്ങളിലൊക്കെ ഭയങ്കര നിഗൂഢമായ ഒരു ഭീകര അന്തരീക്ഷം ഫീൽ ചെയ്യാറുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് നമ്മളൊരു ചെറിയ 2 വീലറിലോ അല്ലെങ്കിൽ നമ്മുടെ ഫാമിലി മാത്രം ഉൾക്കൊള്ളുന്ന ഒരു ചെറിയ വാഹനത്തിലോ ഒക്കെയാണ് ഇത്തരം വലിയ വലിയ ഹൈവേസിലൂടെ ഒക്കെ യാത്ര ചെയ്യുന്നത് എങ്കിൽ വളരെ അപകടകരമായിട്ടുള്ള ഒരു യാത്രയായിരിക്കും അതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ഇത്രയും വലിയൊരു വണ്ടിക്ക് അത് നിറച്ച ആൾക്കാരുണ്ടായിരുന്നിട്ട് കൂടിയും ഇങ്ങനെ വിജനമായിട്ടുള്ള റോഡുകളിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വല്ലാത്ത ഒരു ടെൻഷൻ ഫീൽ ചെയ്യുമായിരുന്നു. ഞാൻ വാഹന അപകടത്തെക്കുറിച്ചോ മറ്റൊന്നും അല്ല പറയുന്നത്. ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാവുന്ന മറ്റു ചില കാര്യങ്ങളെയാണ് ഞാനിവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അപ്പം നമുക്ക് അത്തരം യാത്രകൾ മാക്സിമം ഒഴിവാക്കുക. ഇതുപോലെയുള്ള നമുക്ക് പരിചയമില്ലാത്ത, കാരണം ഞാൻ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഭാഗങ്ങളിലൊന്നും തന്നെ മറ്റ് സ്ഥാപനങ്ങളോ വീടുകളോ ആളുകളോ ഒന്നും തന്നെ ഇല്ല. ഒരുപാട് ദൂരം നമുക്ക് വിജനമായിട്ടുള്ള ഹൈവേ, ഈ റോഡുകൾ മാത്രമാണ് നമുക്ക് കാണുന്നത്. അത്രയധികം വാഹനങ്ങൾ പോലും ഇല്ല. നമുക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും അറിയില്ല. അപ്പോൾ അങ്ങനെ നമ്മളിതാ കൃത്യം ഏകദേശം ഒരു 11 മണി കഴിഞ്ഞതോട് കൂടിയിട്ട് നമ്മൾ പളനിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത് പളനി റെയിൽവേ സ്റ്റേഷനാണ്. ഇതാ കണ്ടില്ലേ. ഇപ്പോൾ എന്താണെന്ന് അറിയത്തില്ല, റൂട്ട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടാണ് വന്നേക്കുന്നത്. സാധാരണ നമ്മൾ വരുമ്പോൾ ഈ ഒരു ഭാഗം കാണാറില്ല. ഇത്തവണ അത് നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞു. ഈ കാണുന്നതാണ് പഴനി ടൗൺ. നിങ്ങൾ സ്വന്തം വാഹനത്തിലോ അല്ലെങ്കിൽ വണ്ടി വിളിച്ചൊക്കെയാണ് വന്നിട്ടുള്ളതെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് ഹോട്ടൽ റൂംസുകളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. അതായത് കുറച്ചും കൂടെ അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നതിനേക്കാളും റേറ്റ് കുറവിൽ, ഡിമാൻഡ്സ് കുറവിൽ നമുക്ക് ഇവിടെ റൂമുകൾ കിട്ടും. നമ്മുടെ കയ്യിൽ വണ്ടി സൗകര്യം ഉണ്ടെങ്കിൽ ക്ഷേത്രത്തിലേക്ക് തൊഴാൻ പോകുന്ന സമയത്ത് അത് നമുക്ക് വലിയ ബുദ്ധിമുട്ട് തരുന്നുമില്ല. അതായത് നമ്മൾ അവിടേക്കൊക്കെ എത്തുമ്പോഴേക്കും അവിടെ പാർക്കിംഗ് തുടങ്ങി സ്പേസ് അവൈലബിലിറ്റി എല്ലാ ഡിമാൻഡ്സ് എല്ലാം കൊണ്ട് നമുക്ക് ക്ഷേത്രത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡിമാൻഡ്സ് ഒക്കെ കൂടും. ഈ ഭാഗങ്ങളിലൊക്കെയാണ് കുറച്ചും കൂടെ അതിലൊക്കെ ഒരു ഇളവ് നമുക്ക് കിട്ടും. നല്ല റൂംസും കാര്യങ്ങളൊക്കെ ഇവിടെയും ധാരാളം ഉണ്ട്. അപ്പോൾ ഈ കാണുന്ന നീളത്തിലുള്ള ബിൽഡിംഗ് എന്ന് പറയുന്നത് ബസ് സ്റ്റാൻഡിനോട് ചേർന്നിട്ടുള്ള കെട്ടിടങ്ങളാണ്. അതായത് അപ്പുറത്തെ സൈഡിലാണ് നമുക്ക് ബസ് സ്റ്റാൻഡ് വരുന്നത്.
തൈപ്പൂയം കഴിഞ്ഞ് നെക്സ്റ്റ് വീക്കിലാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ കണ്ടിട്ടില്ലാത്ത തരത്തിലുള്ള നല്ല തിരക്കായിരുന്നു. പോയാൽ തന്നെ ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച മുരുക ഭഗവാന് കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ടും കൂടി ആയിരിക്കണം നല്ല രീതിയിലുള്ള തിരക്കുണ്ടായിരുന്നു. തിരക്കുണ്ടോ ഇല്ലയോ എന്നറിയണമെങ്കിൽ ഇവിടെ മുതലേ നമുക്കത് മനസ്സിലാക്കും. അതിന് ക്ഷേത്രത്തിന്റെ പരിസരത്തേക്ക് എത്തേണ്ട ഒരു കാര്യമില്ല. ബസ് സ്റ്റാൻഡിൽ എത്തുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം എന്തായിരിക്കും ക്ഷേത്ര ദർശനത്തിന്റെ അവസ്ഥ, ക്യൂവിന്റെ അവസ്ഥ, ആ കാര്യങ്ങളെല്ലാം. ഇനി നമ്മുടെ KSRTC ഇതാ ഉള്ളിലേക്ക് കയറ്റി പാർക്ക് ചെയ്യും. വൈകിട്ട് നമുക്ക് ഇതേ ഡയറക്ഷനിൽ തന്നെ വന്നിട്ടുണ്ടെങ്കിൽ ഇപ്പൊ കൊണ്ടു നിർത്തുന്ന അതേ സ്ഥാനത്ത് തന്നെ നമ്മുടെ വണ്ടി ഉണ്ടാവും. ഇവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ആരും ഇല്ലാണ്ട് ഒറ്റയ്ക്ക് വന്നാലും നമുക്ക് ഒരുപാട് സ്വന്തക്കാരും ബന്ധക്കാരും ഒക്കെ ഉണ്ടാവും കേട്ടോ. കാരണം നമ്മളെ ആനയിക്കാനും സ്വീകരിക്കാനും വിളിച്ചു കൊണ്ടുപോയി വണ്ടിയിൽ ഇരുത്താനും റൂമിൽ കട്ടിലിൽ കയറ്റി ഇരുത്താൻ വരെ ഇവിടെ ആൾക്കാരുണ്ട്. അതായത് ഞാൻ ഉദ്ദേശിച്ചത് ഏജന്റുമാരെ പറ്റിയിട്ടാണ്. ഒരുപാട് ആളുകൾ ഈ പോകുന്നതിൽ പകുതി മുക്കാലും ആൾക്കാർ നമ്മളെ കൺവീൻസ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ട് പരാജയപ്പെട്ടു പോകുന്ന ആളുകളാണ്. ഞങ്ങൾക്കിപ്പോൾ പലതവണ വന്നതിന്റെ മുക്കും മൂലയൊക്കെ അറിയാവുന്നത് കൊണ്ട് ഞങ്ങൾ ഇത്തരക്കാരുടെ ഒന്നും പിന്നാലെ പോവാറില്ല. മാക്സിമം നമ്മൾ അതൊന്നും വേണ്ട, നേരിട്ട് പോയി അന്വേഷിച്ച് കണ്ടുപിടിക്കുന്നത് തന്നെയായിരിക്കും നല്ലത്. കമ്മീഷൻ മാത്രം കണ്ടുകൊണ്ട് അവർ ചെയ്യുന്ന ഒരു തൊഴിൽ മാത്രമാണ്. നമ്മൾ കൂട്ടിക്കൊണ്ടു പോകുന്ന ഹോട്ടലുകളിലെ ഒരു റൂം പോലും അവർ കണ്ടിട്ടുണ്ടാവില്ല. അതിന്റെ സ്റ്റെപ്പിന് പുറത്ത് വരെയാണ് അവർക്ക് പ്രവേശനമുള്ളൂ. അവർ വെറും ഏജന്റുമാരാണ്. അവർക്ക് നമ്മളോട് യാതൊരു തരത്തിലുള്ള അനുകമ്പയോ ആത്മാർത്ഥതയോ ഒന്നും ഉണ്ടാവേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് അവർ പറയുന്നതൊക്കെ വിശ്വസിച്ച് നമ്മുടെ ക്ഷീണവും തളർച്ചയൊക്കെ കാരണം അവരുടെ പിന്നാലെ പോയി സ്വയം പണി എരന്ന് മേടിക്കാതിരിക്കുക, പോക്കറ്റിന്റെ കനം കുറയ്ക്കാതിരിക്കുക. ഈ കാണുന്നതാണ് ദണ്ഡപാണി നിലയം. എല്ലാവർക്കും അറിയാം, ഒരുപാട് വീഡിയോസിൽ ഞാൻ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് ഇവിടുത്തെ ദേവസ്വത്തിന്റെ കീഴിലുള്ള ഒരു അക്കോമഡേഷൻ സെന്റർ ആണ്. ഇവിടെ 350 രൂപ മുതലുള്ള റൂമുകൾ നമുക്ക് അവൈലബിൾ ആണ്. നിങ്ങൾ ഇനി ഒരു നല്ല തിരക്കുള്ള സമയത്ത് വന്നാൽ പോലും ഇവിടെ കുറച്ച് നേരമൊക്കെ വെയിറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് റൂം കിട്ടും. അതുപോലെ ഈ ഭാഗങ്ങളിൽ കാണുന്നത് മുഴുവൻ ഹോട്ടൽസ് ആണ്. നമുക്ക് കുറച്ചും കൂടി ലക്ഷറി ആയിട്ടുള്ള, കുറച്ചും കൂടി ഹൈജീനിക് ആയിട്ടുള്ള ഒരു അക്കോമഡേഷൻ ആണ് നിങ്ങൾ നോക്കുന്നതെങ്കിൽ അമ്പലത്തിന് ചുറ്റിനുള്ള ഗിരിവീതിക്ക് ചുറ്റിനും ഒരുപാട് ഹോട്ടൽസ് നമുക്കിവിടെ അവൈലബിൾ ആണ്. അതിലേതെങ്കിലും ഒക്കെ കയറി കണ്ട് നമുക്ക് തീരുമാനിക്കാവുന്നതാണ്. അപ്പം ഞാൻ പറഞ്ഞില്ലേ നല്ല തിരക്കാണെന്ന്. അതുപോലെ കച്ചവടക്കാരും കാര്യങ്ങളും ആഘോഷങ്ങളും എന്തൊക്കെയോ ചടങ്ങുകളും ഒക്കെ ഒരുപാട് വ്യത്യാസമായിരുന്നു ഇത്തവണത്തെ പഴനി യാത്ര എന്ന് പറയുന്നത്. ഞങ്ങൾ എന്തായാലും ഇനി അധികം താമസിപ്പിക്കണ്ട എന്ന് വിചാരിച്ചു. കാരണം നേരത്തെ ഭക്ഷണം കഴിച്ചിട്ട് നേരത്തെ മല കയറാൻ ഒരുപാട് നേരം ക്യൂവിൽ നിൽക്കേണ്ടതായിട്ട് വരും എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് തിരക്ക് കണ്ടപ്പോൾ മനസ്സിലായി. സാധാരണ ഞങ്ങളൊരു 2 മാസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 തവണയൊക്കെ ഞങ്ങൾ വരാറുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടുത്തെ ഒരു തിരക്കിന്റെ ഒരു കണക്ക് ഏറെക്കുറെ മനപ്പാടമാണ്. ഇവിടെ 2 വണ്ടി കൂടിയാൽ പോലും അതിന്റെ തിരക്ക് എന്തുമാത്രമാണെന്ന് നമുക്ക് ഊഹിക്കാനായിട്ട് കഴിയും. അതുകൊണ്ട് ഒട്ടും താമസിപ്പിക്കേണ്ട, വേഗം തന്നെ ഭക്ഷണം കഴിച്ചിട്ട് മല കയറാമെന്ന് തീരുമാനിച്ചു. ഇത് ഞങ്ങൾ എല്ലാ തവണയും വരാറുള്ള ഹോട്ടൽ തന്നെയാണ് കേട്ടോ. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് അവർ ക്ലീനിങ് കഴിഞ്ഞ് കയറ്റി വെച്ചിരിക്കുന്ന മേശയും കസേരയൊക്കെയാണ് കണ്ടത്. നല്ല ഹൈജീൻ ആയിട്ടുള്ള നല്ല ഫുഡും നല്ല അറ്റ്മോസ്ഫിയറും നല്ല ആൾക്കാരും ഒക്കെയാണ് കേട്ടോ അവിടെ ഉള്ളത്. ഞങ്ങൾ ഇവിടുന്ന് ഒരു തവണ ഭക്ഷണം കഴിച്ചിട്ട് പിന്നീട് ഒരിക്കലും പുറത്തുനിന്ന് ഭക്ഷണം കഴിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് ഗിരിവീതിയിലെ അവസ്ഥ. കണ്ടില്ലേ, നല്ല രീതിയിലുള്ള തിരക്കുണ്ട്. അത് മാത്രമല്ല മലയിലേക്കുള്ള എൻട്രൻസ് ഇതുവഴിയാണ് ഇപ്പോൾ വിടുന്നത്. മെയിൻ നമ്മുടെ ഗണപതി കോയിലിനും പിന്നിലൂടെയുള്ള വഴി കൂടെ അല്ല, ഇതിലെ കൂടെ എൻട്രിയും അതിലെ എക്സിറ്റും ആക്കിയിട്ടുണ്ട്. കാരണം അത്രയധികം തിരക്കാണുള്ളത്. കണ്ടില്ലേ, ഇതിലെയാണ് നമുക്കിപ്പം പോകേണ്ടത്. ഇത് വരുന്നത് നമ്മൾ ദേവസ്വത്തിന്റെ കീഴിലുള്ള മൊട്ടയടിക്കാനുള്ള ആ ഒരു സ്പേസ് ഉണ്ടല്ലോ, ആ ഒരു ബിൽഡിംഗ് ഉണ്ടല്ലോ, അതിന്റെ നേരെ ഫ്രണ്ടിലാണ് ഈ ഒരു ഭാഗം വരുന്നത്. ഈ അടുത്ത കാലത്ത് എങ്ങും പഴനിയിൽ ഇത്രയധികം തിരക്ക് ഞങ്ങൾ കണ്ടിട്ടില്ല കേട്ടോ. എന്തായാലും ഒരുപാട് നേരം ക്യൂ നിൽക്കേണ്ടതായിട്ട് വരും ദർശനത്തിന്. ഇതാണ് ഞാൻ പറഞ്ഞ മൊട്ടയടിക്കുന്ന സ്ഥലം. ഇവിടെ നമുക്ക് ഫ്രീ ആയിട്ട് മൊട്ടയടിക്കാനും കുളിക്കാനും ഒക്കെയുള്ള സൗകര്യങ്ങളുണ്ട്. ഞാൻ എല്ലാ വീഡിയോയിലും ഫ്രീ എന്ന് പറയും, അതിന് കമന്റ് വരും ഫ്രീ അല്ല, അവർക്ക് പൈസ കൊടുക്കണമെന്ന്. അത് കമ്പൽസറി അല്ല. നമ്മളൊരു ചീട്ടൊന്നും എടുക്കുന്ന സമയത്ത് നമുക്ക് പൈസ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനാണ് നമ്മൾ ഫ്രീ എന്ന് പറയുന്നത്. പക്ഷെ അവിടുത്തെ ആളുകൾ നമ്മളുടെ ഒരു വഴിപാട് അവർ ചെയ്തു തന്നതിന്റെ പേരിൽ അവർക്കൊരു ദക്ഷിണയായിട്ടാണ് നമ്മൾ ആ ഒരു എമൗണ്ട് അവർക്ക് കൊടുക്കുന്നത്. അത് മാക്സിമം 5-10 രൂപയൊക്കെ അവിടെ ക്ലീനിങ്ങിന് നിൽക്കുന്ന ചേച്ചിമാർ ചോദിക്കാറുണ്ട്. അതുപോലെ മൊട്ടയടിച്ച് തരുന്ന ചേട്ടന്മാരെ മാക്സിമം ഒരു 100 രൂപ ഒക്കെ ചോദിക്കാറുണ്ട്. അത് കൊടുക്കണോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ ഓരോരുത്തരുടെയും കൺവീനിയൻസിനനുസരിച്ചിട്ടിരിക്കും. ആരും അതിനെ നിർബന്ധിക്കത്തില്ല. നമ്മുടെ മൊബൈൽ ഫോണുകളും നമ്മൾ കൊണ്ടുവന്ന ലഗേജസ്, നമ്മുടെ കയ്യിൽ ക്യാമറ, മറ്റു സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇവയൊന്നും തന്നെ നമുക്ക് മലയിലേക്ക് എടുത്തുകൊണ്ട് പോകാനായിട്ട് കഴിയില്ല. ഇതെല്ലാം ക്ലോക്ക് റൂമിൽ എത്തിക്കണം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണല്ലേ. ഇവിടെ ഉണ്ടായിരുന്ന പല കടകളും ഒക്കെ ഒഴിപ്പിച്ചിട്ട് അവിടെ ഒക്കെ ഇപ്പൊ ക്ലോക്ക് റൂമുകളാണ്. എന്നിട്ടും 2 സ്ഥലത്ത് ഞങ്ങൾക്ക് ക്ലോക്ക് റൂമിൽ സ്പേസ് ഉണ്ടായിരുന്നില്ല. ആ കാണുന്ന ഒരു ക്ലോക്ക് റൂമാണ്. അതിനോട് ചേർന്നിട്ട് പ്രസാദം വിൽക്കുന്ന ഒരു കട കൂടി ഉണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ടാണെങ്കിൽ ഒരു 1/4 മണിക്കൂർ നിന്നിട്ടാണ്, അതായത് ഓൾറെഡി അവിടെ വെച്ചിട്ട് പോയ ഒരാൾ വന്ന് അവരെടുത്തുകൊണ്ട് പോയിട്ട് ആ ഒരു സ്പേസ് വേക്കൻ്റ് ആയതിനു ശേഷം നമുക്ക് വെക്കാം, കുറച്ചു നേരം വെയിറ്റ് ചെയ്യൂ എന്ന് പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്ത് ആണ് നമ്മൾ നമ്മുടെ ലഗേജ് അവിടെ വെക്കാനായിട്ട് കഴിഞ്ഞത്. അത്രയ്ക്ക് തിരക്കാണ്. നോർമലി നമ്മൾ മലയാളികൾ മാത്രമാണ് ക്ലോക്ക് റൂം യൂസ് ചെയ്യാറുള്ളത്. ഇവർ കൂടുതലും ഇവരുടെ സാധനങ്ങളൊക്കെ കൂടെ കൊണ്ടുപോകാറാണ് പതിവ്, ഇൻക്ലൂഡിങ് അവരുടെ ഫോണുകളും. കാരണം നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകളുടെ ആരുടെയും കയ്യിൽ അവിടെ ഫോണുകൾ ഉണ്ടാവാറില്ല. പക്ഷെ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ 2-3 ഒക്കെ ഫോൺ ഉണ്ടാവും. അതിനുശേഷം നമുക്ക് ഫോൺ മറ്റൊരു കൗണ്ടറിൽ ഏൽപ്പിച്ചിട്ട് വേണം പോകാനായിട്ട്. അതൊക്കെ കഴിഞ്ഞു. അപ്പോൾ
അപ്പോൾ ഇതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള എൻട്രൻസ്. ഗണപതി കോവിലിന് പിന്നിലൂടെയുള്ള മെയിൻ എൻട്രൻസ് ഇതാണ്. നല്ല തിരക്കുള്ള സമയത്ത് ഇത് എക്സിറ്റ് ആയിട്ടാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഇതാണ് പഴനി അമ്പലത്തിന്റെ മുന്നിൽ നിന്നുള്ള രൂപം. അങ്ങനെ വീട്ടിൽ നിന്ന് പൊതിഞ്ഞെട്ടി കൊണ്ടുവന്നതിൽ വെള്ളം ഒഴികെ ബാക്കി എല്ലാ സാധനങ്ങളും അവർ പറഞ്ഞ് ഓരോരോ ക്ലോക്ക് റൂമുകളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ മല കയറി. ലൈഫിൽ ആദ്യമായിട്ട് 2-2.25 മണിക്കൂറിലധികം ക്യൂ നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഭഗവാന്റെ ദർശനം സാധ്യമായത്. ദർശനമൊക്കെ ഗംഭീരമായിരുന്നു. പക്ഷെ അത് കഴിഞ്ഞ് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അവിടെ കാല് കുത്താനുള്ള സ്ഥലം ഉണ്ടായിരുന്നില്ല. നമ്മുടെ ഒപ്പം മല കയറിയവരും അവർക്ക് പിന്നിലും മുന്നിലും ഒക്കെ വന്നവര് അവിടെ വിരിവിരിച്ച് വിസ്തരിച്ചിരിക്കുകയാണ്. അവരുടെ വിശ്രമവും ഭക്ഷണവും ഇന്നത്തെ ഒരു ദിവസം മുഴുവൻ അവർ അതിന്റെ മുകളിൽ ചെലവഴിച്ചതിന് ശേഷം വൈകിട്ട് തങ്കത്തേരും കണ്ട് മാത്രമേ അവർ തിരിച്ചിറങ്ങൂ. അതുകൊണ്ട് നമുക്ക് അവിടെ നിൽക്കാനുള്ള സ്പേസ് ഇല്ലാതിരുന്നതുകൊണ്ടും ഓൾറെഡി ഒരു 3 മണിക്കൂർ അടുത്ത് നമ്മൾ ക്യൂ നിന്നതുകൊണ്ടും ലേറ്റ് ആവണ്ട എന്ന് വിചാരിച്ച് ഞങ്ങൾ തിരിച്ചിറങ്ങി. നമുക്ക് ഈവനിങ്ങിൽ 8 മണിക്കാണ് ബസ് ഉള്ളത്. പിന്നെ മലയുടെ മുകളിൽ മാത്രം കിട്ടുന്ന കുറച്ച് പ്രസാദ വകകളുണ്ട്. അതായത് ലഡു, അതിമധുരം, അങ്ങനെയുള്ള പുളിയോദര, ഈ സാധനങ്ങളൊക്കെ നമുക്ക് മുകളിൽ നിന്ന് മാത്രമേ കിട്ടത്തുള്ളൂ. താഴത്ത് നമുക്ക് കിട്ടുന്നത് ആകെ പഞ്ചാമൃതം മാത്രമാണ്. അപ്പോൾ നമ്മൾ ലഡു, അതിമധുരമൊക്കെ നമുക്ക് കഴിക്കാറുണ്ട്. അതൊക്കെ നമ്മൾ അവിടെ നിന്ന് മേടിച്ച് കഴിച്ചു. ഇത് കണ്ടില്ല, നമ്മുടെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഒരു ഫ്ലെക്സ് വെച്ചിരിക്കുന്നതാണ്. വളരെ യൂസ്ഫുൾ ആയിട്ട് ഉള്ളതായിട്ട് തോന്നി കേട്ടോ. കാരണം ഇവർ പലർക്കും അറിയില്ല ഈ ഒരു ഗിരിവനത്തിന്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ഉള്ളതെന്നൊന്നും ആർക്കും അറിയില്ല. അപ്പോൾ അതൊക്കെ വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് മെൻഷൻ ചെയ്തിരിക്കുന്ന ഒരു ഫ്ലെക്സ് ആണ് അവിടെ വെച്ചിരിക്കുന്നത്. പിന്നെ മുന്നത്തെ അത്ര ബുദ്ധിമുട്ട് ഇപ്പോൾ ഇല്ല. കാരണം നമുക്കിവിടെ ഇപ്പോൾ ഇലക്ട്രിക് ബസ്സുകൾ അവൈലബിൾ ആണ്. അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിൽ കയറി നമുക്ക് എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോകാം. നമ്മളിപ്പോൾ ഇരിക്കുന്ന ഈ ഒരു സൈഡ് ഉണ്ടല്ലോ, ഇവിടെയൊക്കെ ഒരുപാട് കച്ചവട കടകളായിരുന്നു. അതെല്ലാം തന്നെ പൂർണ്ണമായിട്ടും ഷട്ടർ ഇട്ടിരിക്കുകയാണ്. നിലവിൽ ഇപ്പോൾ അവിടെ ഒന്നും പ്രവർത്തിക്കുന്നില്ല. ഭാവിയിൽ അതൊക്കെ ഇതുപോലെ ക്ലോക്ക് റൂമുകളൊക്കെ ആവാനുള്ള സാധ്യതകളാണ് ഉള്ളത്. മല കയറി പോകുമ്പോൾ വലിയ ക്ഷീണമൊന്നും നമ്മളെ ബാധിക്കാറില്ല. പക്ഷെ തിരിച്ചിറങ്ങി വരുമ്പോൾ കാലും മുട്ടും ഒക്കെ വിറയ്ക്കുന്നുണ്ടാവും. അപ്പോൾ ആ വിറയിലൊക്കെ ഒന്ന് മാറിയിട്ട് വേണം ഇനി അടുത്ത മല കയറാനായിട്ട് പോകാൻ. ഇനി നമുക്ക് ഹിഡംബർ കോവിലും കൂടി ഒന്ന് പോകേണ്ടതായിട്ടുണ്ട്. നോർമലി ഹിഡംബർ കോവിലിൽ ആദ്യം പോയിട്ട് വേണം പഴനി മലയിലേക്ക് കയറാൻ എന്നാണ് ഒരു വിശ്വാസം. പക്ഷേ ആ സമയത്ത് അവിടെ നല്ല വെയിലായിരിക്കും. മാത്രമല്ല ഇവിടുത്തെ തിരക്ക് ഇങ്ങനെ ആയതുകൊണ്ട് നമ്മൾ ഇത്തവണ അവിടേക്ക് ആദ്യം പോയില്ല. എന്നാലും ഹിഡംബരെയും കൂടി ഒന്ന് കാണണം. ആ കാണുന്നതാണ് ഹിഡംബർ കോവില്. തിരക്ക് കണ്ടില്ലേ, ഓരോരുത്തർ ദർശനത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. വൈകുന്നേരം തങ്കത്തേര് കാണാനായിട്ട് ആ സമയം നോക്കി കയറാനുള്ള ആളുകളുണ്ട്. ഓൾറെഡി മല ഇറങ്ങി വന്നിട്ടുള്ള ആളുകളുണ്ട്, മലയാളികളുണ്ട്. അങ്ങനെ ഐപ്പോയത്തിന്റെ അന്നത്തെ തിരക്കിനെ പറ്റി ചിന്തിക്കണമെങ്കിൽ ഈ ഒരു ഷെഡിന്റെ നീളം നോക്കി വെച്ചാൽ മതി. അന്നത്തെ ക്യൂ സിസ്റ്റം അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഷെഡാണ് ഈ കാണുന്നത്. ഇതിന് എത്ര നീളമുണ്ട് എന്നറിയില്ല. മേ ബി ഇത് ഗിരിവലത്തിന്റെ പകുതിയോളം ഉണ്ടായിരിക്കും. എനിവേ, ഇത്രയും വലിയ ഒരു ക്യൂവിലൂടെ കടന്ന് നമ്മളിപ്പോൾ വന്ന വഴികളിലൂടെ എല്ലാം ചേർന്ന് മല കയറി തൊഴുന്ന ഒരു രീതിയായിരുന്നു അന്നുണ്ടായിരുന്നത്. അത്രയധികം തിരക്കായിരുന്നു തൈപ്പോയത്തിന് ഇവിടെ ഉണ്ടായിരുന്നത് എന്നത് നമുക്കിത് കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് കഴിയും. ആ കാണുന്നതാണ് ഹിഡംബർ കോവിൽ. നമുക്കിനി കുറച്ച് നടന്ന് വളഞ്ഞ് അങ്ങോട്ടേക്ക് എത്തേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഹിഡംബർ കോവിലിന്റെ താഴ്വാരത്ത് എത്തിയിട്ടുണ്ട്. ഇനി ഹിഡംബർ ഭഗവാൻ ഇഷ്ടപ്പെടുന്ന ചുരുട്ടും കർപ്പൂരവും തിരിയും ഒക്കെ വാങ്ങിയിട്ടാണ് നമ്മളും മല കയറുന്നത്. ഇവിടെയും ധാരാളം സ്റ്റെപ്പുകൾ കയറി തന്നെ വേണം മുകളിലേക്ക് എത്താനായിട്ട്. ഒരു സൈഡിലെ കൊടൈക്കനാൽ മലനിരകളും മുന്നിലിതാ ഇതുപോലെ പഴനി മലയും, റൈറ്റ് സൈഡിൽ റെയിൽവേ സ്റ്റേഷനും ബസ് സ്റ്റാൻഡും നമ്മൾ കടന്നു വന്നിട്ടുള്ള റൂട്ടുകളും അതുപോലെ പഴനി ടൗണും ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ നിന്നാൽ കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ നിന്നുകൊണ്ട് ഏറ്റവും ഭംഗിയുള്ള ഒരു കാഴ്ച എന്ന് പറയുന്നത് പഴനി മലയുടെ വ്യൂ തന്നെയാണ്. ഇപ്പം നമ്മൾ അസ്തമയത്തോട് അടുത്ത സമയത്ത് വന്നതുകൊണ്ട് നമുക്ക് ആ ലൈറ്റിന്റെ റിഫ്ലക്ഷൻ കാരണം മല അത്ര ഭംഗിയായി കാണാനായിട്ട് കഴിയുന്നില്ല. പക്ഷെ നല്ല നട്ടുച്ച നേരത്താണ് ഇവിടെ നമ്മൾ വരുന്നതെങ്കിൽ ഇവിടെ നിന്നിട്ടുള്ള പഴനി മലയുടെ കാഴ്ചയോളം ഭംഗിയുള്ള മറ്റൊന്നും തന്നെ ഇതിന് ചുറ്റിനും വേറൊരു കാഴ്ചയ്ക്കും നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യമാണ് പറയാനായിട്ട് പറ്റുന്നത്. ഇത്തവണ ആ കാഴ്ച നഷ്ടപ്പെട്ടതിൽ എനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടായിരുന്നു. ഞാൻ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് അത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, അയ്യോ നേരത്തെ വന്നാൽ മതിയായിരുന്നു. അതായത് നമ്മളിപ്പോൾ ഹിഡംബർ കോവിലിൽ കാണുന്ന ഈ ഒരു തെളിച്ചമുണ്ടല്ലോ, ഈ ഒരു കളർ ഉണ്ടല്ലോ, ഇത് നമുക്ക് ശരിക്കും പഴനി മലയിൽ കാണാനായിട്ട് കഴിയും. പഴനിയിലെ തിരക്കറിയണമെങ്കിൽ ഇതിന്റെ താഴത്തുള്ള ആ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതിയാവും. ഇതുപോലെ ഗിരിവീതിക്ക് ചുറ്റിനും പലയിടങ്ങളിലായിട്ട് പാർക്കിംഗ് ഗ്രൗണ്ടുകളുണ്ട്. അതിന്റെ എല്ലാം അവസ്ഥ ഇത് തന്നെയാണ്. പാർക്കിംഗ് ഗ്രൗണ്ടിനോട് ചേർന്നിട്ട് തന്നെ നമുക്കൊരു വലിയ വേസ്റ്റിന്റെ ഡംപിങ്ങും കൂടി കാണാനായിട്ട് കഴിയും. അതും ഇവിടുത്തെ തിരക്കിന്റെ തന്നെ റിസൾട്ടാണ്. നിന്നുകൊണ്ടുള്ള കാഴ്ചകൾ എത്ര നേരം കണ്ടുകൊണ്ട് നിൽക്കാനും നമുക്ക് കഴിയും. അത്രയധികം ഭംഗിയുള്ള കാഴ്ചകളാണ് ഇപ്പോൾ ഉള്ളത്. തെളിച്ചം കുറവാണെന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ സമയത്തിൻ്റെതാണ്. അസ്തമയമായി ലൈറ്റ് അങ്ങോട്ടേക്ക് നിൽക്കുന്നത് കൊണ്ടാണ് നമുക്ക് ആ ഒരു ക്ലാരിറ്റി കുറവുള്ളത്. നിങ്ങൾ ഉച്ചയ്ക്കൊക്കെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും കേട്ടോ. അങ്ങനെ കുറേ അധികം നേരം നമ്മൾ ഈ ഒരു മലയിൽ സ്പെൻഡ് ചെയ്ത് തീർത്തിട്ട് വേണം താഴേക്ക് ഇറങ്ങാൻ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലേക്ക് കയറി പോവാം. ഏത് സമയത്ത് വന്നാലും ഹിഡംബർ കോവിലിന് മുകളിലേക്കും ഒരുപാട് ആളുകൾ ഉണ്ടാവും കേട്ടോ. നമ്മൾ ഒറ്റയ്ക്കായി പോകത്തൊന്നുമില്ല. ഈവനിങ് ടൈമിൽ കുറച്ചധികം ആളുകൾ ഉണ്ടാവും. ഇവിടെ വന്നപ്പോൾ ഹിഡംബർ കോവിലിലും എന്തൊക്കെയോ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. കുറേ ദിവസങ്ങളായിട്ട് അതിൻ്റെ ക്ഷേത്ര നട തുറക്കുന്നില്ല എന്നുള്ള കാര്യം മനസ്സിലായി. അവരെല്ലാവരും കൊണ്ടുവരുന്ന വഴിപാടുകളൊക്കെ ഇവിടെ ഈ സ്റ്റെപ്പിൽ തന്നെ നിക്ഷേപിക്കുകയാണ്. അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു. പുള്ളിയോട് ചോദിച്ചിട്ട് ഞങ്ങളും കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവിടെ തന്നെ നമ്മുടെ പ്രാർത്ഥനകളോടുകൂടി തന്നെ അർപ്പിക്കുകയാണ് ചെയ്തത്. നമുക്ക് ക്ഷേത്രത്തിനുള്ളിലേക്ക് കടന്ന് ഹിഡംബരെ കാണാനായിട്ട് കഴിയുന്നുണ്ടായിരുന്നില്ല. ആ ബിൽഡിങ്ങിന് മുകളിലൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്.
മാത്രമല്ല ഹിഡുംബർ ശില പോലും മൂടിയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് കാണാനായിട്ട് പറ്റിയില്ല. പക്ഷെ നമ്മൾ കൊണ്ടുവന്ന സാധനങ്ങൾ നമ്മൾ പ്രാർത്ഥനയോട് കൂടിയിട്ട് നമ്മുടെ വഴിപാടിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇവിടെ തന്നെ ചെയ്യുവാണ് ചെയ്തത്. ഇവിടെ വരുമ്പോഴൊക്കെ ഞങ്ങൾ ഒരുപാട് സമയം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടാണ് പോകാറുള്ളത്. ആ ഒരു പതിവ് ഇത്തവണയും തെറ്റിക്കണ്ട എന്ന് വിചാരിച്ചു. ഇടുമൻ സ്വാമിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും ഒന്ന് വലം വെച്ച് വരാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഇതിന്റെ മുകളിൽ നിന്നിട്ടുള്ള താഴത്തെ ടൗണിന്റെയും ഹൈവേയുടെ ഒക്കെ കാഴ്ചകൾ കണ്ടില്ലേ? എന്തൊക്കെയോ പുതിയ പുതിയ കുറേ കാര്യങ്ങൾ ഇതിന്റെ മുറ്റത്തിപ്പോൾ നടക്കുന്നുണ്ട്. ഇവിടെ രാവിലെ സത്യം ഇത് കുറെ കാലം ഞാൻ കേൾക്കുന്നു, പക്ഷെ ഞാൻ അത് കണ്ടിട്ടില്ല. ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. ഇനിയിപ്പോൾ ഇവിടെ മറ്റേ കേബിൾ കാറൊക്കെ വരാനുള്ള പരിപാടിയുണ്ട്. ഇവിടേക്കൊന്നും പകുതി മലയാളികളൊന്നും വരാറില്ല. കാണിച്ചു നോക്കട്ടെ. ഇതെന്താണ് നീ അന്തം വിട്ട് കുന്തം വിഴുങ്ങി നിൽക്കുന്നേ? അങ്ങനെ പതിവ് പോലെ കുറച്ചധികം സമയം ഹിഡുമൻ മലയിലും ഞങ്ങൾ ചെലവഴിച്ചു. കുറേ ഫോട്ടോസൊക്കെ എടുത്ത് കുറച്ച് നേരം ഹാപ്പി ആയിട്ട് നിന്നിട്ട് നമ്മൾ സന്തോഷമായിട്ട് മല ഇറങ്ങാണ്. ഇത്തവണ ഹിഡുമൻ സ്വാമിയെ കാണാൻ കഴിഞ്ഞില്ലെങ്കിലും സാരമില്ല, പോയിട്ട് നമുക്ക് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും വരാം. അപ്പോഴേക്കും പണിയൊക്കെ കഴിഞ്ഞ് കുട്ടപ്പനായിട്ട് നിൽക്കുന്നുണ്ടാവും. ഹിഡുമൻ കോവിലിന്റെ മുകളിലേക്കും കേബിൾ കാറിന്റെ സർവീസ് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ഒരു വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മലയുടെ ലെഫ്റ്റ് സൈഡിൽ മലയുടെ മുകളിലൂടെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാൻ പറ്റും വെള്ള പില്ലേഴ്സ് വാർത്ത് വെച്ചിട്ടുണ്ട്. അത് ഈ കേബിൾ കാർ കടന്നു പോകാനായിട്ടുള്ള ചെയിൻസ് അല്ലെങ്കിൽ ആ ഒരു കേബിൾ കടന്നു പോകാൻ വേണ്ടിയിട്ടുള്ള പില്ലറുകളാണ്. അപ്പോൾ അതിന്റെ വർക്കൊക്കെ നല്ല രീതിയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അധികം താമസിക്കാതെ പഴനി മലയിലെ പോലെ തന്നെ ഇടുമ്പർ കോവിലേക്ക് നമുക്ക് വളരെ ഈസി ആയിട്ട് വരാനായിട്ട് കഴിയും. അപ്പോൾ ഇത് ഇടുമ്പർ കോവിലിന്റെ താഴത്തുള്ള കച്ചവടക്കാരാണ് കേട്ടോ. ഇവരുടെ അടുത്തു നിന്നാണ് നമ്മൾ ഈ ചുരുട്ടും കാര്യങ്ങളൊക്കെ മേടിക്കുന്നത്. അപ്പോൾ 8 മണിക്കാണ് നമ്മുടെ ബസ് പഴനി ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുക്കുന്നത്. ഇനി നമുക്ക് ആകെ ബാക്കിയുള്ള ഒരു ഭാഗം എന്ന് പറയുന്നത് ഭക്ഷണം കഴിക്കണമായിരുന്നു. ഭക്ഷണം കഴിച്ചു. ഇനി നമുക്ക് പഞ്ചാമൃതം വാങ്ങാനായിട്ടുണ്ടായിരുന്നു. പ്രത്യേകം ശ്രദ്ധിക്കുക, പഴനി മലയുടെ മുകളിൽ കിട്ടുന്ന എല്ലാ പ്രസാദങ്ങളും നമുക്ക് താഴ്ത്തുനിന്ന് കിട്ടത്തില്ല. പഞ്ചാമൃതം മാത്രമേ കിട്ടത്തുള്ളൂ. അങ്ങനെ അതൊക്കെ മേടിച്ച് ഏകദേശം ഒരു 7:30 ആയപ്പോഴേക്കും ഞങ്ങൾ നടന്ന് ബസ് സ്റ്റാൻഡിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്നും നമ്മൾ ടിക്കറ്റ് ബുക്ക് ചെയ്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ടൈമിൽ എത്തിയാലും മതി. എന്നാലും നമ്മൾ കുറച്ച് നേരത്തെ എത്തിയിട്ടുണ്ട്. പഴനിയിൽ നിന്നും കൃത്യം 8 മണിക്ക് ആരംഭിച്ച് രാത്രി 12:30യോട് കൂടിയിട്ട് തൃശ്ശൂർ KSRTC വരെയാണ് ഈ ഒരു ബസ്സിന്റെ സർവീസ് ഉള്ളത്. നമ്മൾ അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കയറി നമ്മുടെ ടിക്കറ്റ് ഒക്കെ ക്രോസ് ചെക്ക് ചെയ്തു. ഏകദേശം വണ്ടി ഇവിടുന്ന് പുറപ്പെടുകയാണ് കേട്ടോ. എല്ലാ തവണയും ഞങ്ങൾ ഇങ്ങനെ തന്നെയാണ് വരാറുള്ളത്. 6:45 വണ്ടിക്ക് വരുന്നു, രാത്രി 8 മണിയുടെ വണ്ടിക്ക് തിരിച്ചു പോകുന്നു. നല്ലൊരു പെർഫെക്റ്റ് ടൈമിംഗ് ആണത്. ആ സമയത്ത് തന്നെ നമുക്ക് 2 മലകളിലൊക്കെ കയറി സ്വസ്ഥമായിട്ട് ക്ഷേത്ര ദർശനമൊക്കെ നടത്തി സാവകാശം വരാനായിട്ട് കഴിയും. പിന്നെ ഇവിടെ നിന്ന് ഈ സമയത്ത് തന്നെ കണ്ണൂർ സൈഡിലേക്ക് പോകുന്ന ഒരു ബസ് കൂടി KSRTCയുടെ തന്നെ ഒരു ബസ് ഉണ്ട്. അത് പാലക്കാട് ടൗൺ ടച്ച് ചെയ്ത് പെരിന്തൽമണ്ണ അങ്ങനെയാണ് കണ്ണൂർക്ക് പോകുന്നത്. അപ്പോൾ ഈ കിടക്കുന്ന വണ്ടിയാണത്. അപ്പോൾ ആ ഭാഗങ്ങളിലേക്ക് പോകേണ്ട ആളുകൾക്കും കൃത്യം ഈ വണ്ടി പോയി നമ്മുടെ വണ്ടി പോയി തൊട്ട് പിന്നാലെ തന്നെ ആ വണ്ടിയും വരുന്നതാണ്. അപ്പോൾ ഏകദേശം ഒരു 8:05 അല്ലെങ്കിൽ 8:10 അതൊക്കെ ആയിരിക്കും അതിൻ്റെ ഒരു ടൈമിങ്. ആ സമയത്ത് ആ ഭാഗങ്ങളിലേക്കുള്ള ആളുകളാണെങ്കിൽ കൂടി നിങ്ങൾക്ക് ഇവിടുന്ന് KSRTCയുടെ സേവനം ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്നു മുതൽ വീണ്ടും അടുത്ത ഒരു പഴനി യാത്ര സ്വപ്നം കണ്ടുകൊണ്ടാണ് ഞങ്ങളുടെ മടക്കയാത്ര ആരംഭിച്ചിരിക്കുന്നത്. അപ്പോൾ ഏറ്റവും പുതിയൊരു വീഡിയോയിൽ വീണ്ടും മീറ്റ് ചെയ്യാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.